നമ്മൾ അടുത്ത ചാപ്റ്ററാണ് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി. അതിൽ ഈ കണ്ടിന്യൂറ്റി എന്താ പറയുന്ന ടേം എന്താണെന്ന് മനസ്സിലാക്കണം. ഇപ്പോൾ നോക്ക്, നമ്മളൊരു ഫങ്ഷൻ ഉണ്ട്, ഇതാ. അപ്പം ഇത് എക്സ് ആക്സിസും വൈ ആക്സിസും. ഈ ആക്സിസ് എക്സ് ആണ്, ഈ ആക്സിസ് വൈ അല്ലേ. അപ്പം നമ്മൾ അതിലൊരു ഫങ്ഷൻ ഉണ്ട്. ഇപ്പോൾ വൈ ഈക്വൽ ടു ഒരു എഫ് ഓഫ് എക്സ് എന്നൊരു ഫങ്ഷൻ ഉണ്ട്. അപ്പം ഞാനിവിടെ രണ്ട് പോയിന്റ് എടുത്ത് നെയിം ചെയ്ത് എ ബി. ക്ലിയർ ആയോ? അത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അതിൻ്റെ എക്സ് ടേം ആണ് ഇത്. അല്ലേ, ഇത് x1 വരും, ഇത് x2. ക്ലിയർ ആയില്ലേ? അപ്പം നമ്മളൊരു x1 എന്ന് എഴുതേണ്ട, ഒരു എ ബി എന്ന് എഴുതിക്കോ. ഇവിടെ എ, ഈ പോയിന്റ് ബി അല്ലേ. അതായത് എക്സ് ഈക്വൽ ടു എ ആണിത്, ഇത് എക്സ് ഈക്വൽ ടു ബി അല്ലേ. അപ്പം ഞാൻ ഈ ഒരു ഇൻ്റർവെൽ എ ബി അല്ലേ, അതായത് എക്സ് ബിലോങ്സ് ടു ഓപ്പൺ ഇൻ്റർവെൽ എ ബി. ഇവിടെ കണ്ടോ, ഈ ഒരു ഫംഗ്ഷൻ്റെ, ഈ ഒരു എ ബി എന്ന് പറഞ്ഞ ഈ ഫംഗ്ഷൻ്റെ ഇടയിൽ എല്ലാ പോയിന്റ്സിലും എന്താണ്, ഒരു പ്രത്യേക വാല്യൂ ഇല്ലേ, വൈ. അപ്പോൾ ഇതെന്താണെന്ന് നമ്മൾ പറയും, ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആണെന്ന് പറയും. ക്ലിയർ ആയോ? അതായത് നമുക്ക് ഈ ഇവിടുന്ന് എ മുതൽ ബി വരെ പെന്ന് പേപ്പറിന് എടുക്കാണ്ട് നമുക്ക് വരയ്ക്കാൻ പറ്റും. ക്ലിയർ ആയോ? ഇനി ഈ ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ്. അപ്പോൾ ഇതെന്താ, ദിസ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ. ഇത് എന്തിൻ്റെ എക്സാമ്പിളാണ്? കണ്ടിന്യൂസ് ഫംഗ്ഷൻ അല്ലേ. ഇനി വേറൊരു എക്സാമ്പിൾ നോക്ക്. ഇവിടെ ഇപ്പം ഇങ്ങനൊരു ബ്രേക്ക്, ഇത് വേറൊരു ഫംഗ്ഷനാണ് ഞാൻ പറയുന്നത്, വേറൊരു ഗ്രാഫ്. ഒരു ഗ്രാഫ് ഇതാ ഇങ്ങനെ പോയി സ്ട്രെയിറ്റ് ലൈനായിട്ട് ഇവിടുന്ന് ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈന്, പിന്നെ അതാ ഇങ്ങനെ അല്ലേ. നോക്ക്, ഇപ്പൊ ഈ സെയിം ഇന്റർവെൽ തന്നെ എടുത്ത് ഞാൻ എയും ബിയും അല്ലേ. അപ്പൊ ഇവിടുന്ന് ഇങ്ങനെ ഒരു ഫംഗ്ഷൻ, അതായത് എ എന്ന് തുടങ്ങുന്ന പോയിന്റ് ഇവിടെയാണ്, ബി എന്ന് പറയുന്ന പോയിന്റ് ഇതാണ്. ഇതിന്റെ ഇടയിൽ ഞാനിപ്പോൾ ഇങ്ങനെ പെന്ന് വെച്ച് വരയ്ക്കുകയാണെങ്കിൽ ഇവിടുന്ന് ഇങ്ങനെ കണ്ടിന്യൂസ് ആയി പോകാൻ പറ്റും. പിന്നെ ഇവിടുന്ന് പെന്ന് എടുത്തിട്ടല്ലേ പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് വരയ്ക്കാൻ പറ്റുള്ളൂ. ക്ലിയർ ആയോ? അപ്പോൾ ഇവിടെ എന്ത് വന്നു, ഈ ഒരു ഇന്റർവെൽ എന്തായി, ഡിസ്കണ്ടിന്യൂസ് ആയി അല്ലെ. ഇത് എന്തിന്റെ എക്സാമ്പിൾ ആണ്? ഇതാണ് ഡിസ്കണ്ടിന്യൂസ് ഫംഗ്ഷന്റെ എക്സാമ്പിൾ. ക്ലിയർ ആയോ? അപ്പോൾ ഇപ്പോൾ ഒരു ഫംഗ്ഷൻ കറക്റ്റായിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതെന്താണ്, കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. കണ്ടിന്യൂസ് ആയിട്ട് പാൻ എടുക്കാണ്ട് വരയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ് അല്ലേ. ബാക്കിയുള്ള എവിടെയൊക്കെയാണോ ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ള, കണ്ടോ ഈ ഇന്റർവെൽ എ ബി എന്ന് പറഞ്ഞ ഇന്റർവെല്ലിൽ എന്താ കണ്ടോ, ഇവിടെ ഒരു ബ്രേക്ക് വന്ന് അല്ലേ. അപ്പൊ ഈ ഒരു റീജിയൻ എന്തായാലും ഡിസ്കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. ക്ലിയർ ആയോ? ഇനി നമ്മളിത് മാത്തമാറ്റിക്കലി നമ്മളിത് എങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെന്ന്, അപ്പം ഞാൻ വേറൊരു എക്സാമ്പിൾ പറയാം. ഇത് നമ്മളെ എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്. ഇവിടെ ഒരു പോയിന്റ് ഉണ്ട് വിചാരിച്ചോ, എക്സ് ഈസ് ഈക്വൽ ടു ഒരു സി എന്ന് പറഞ്ഞൊരു പോയിന്റ്. ഇതാ ഇങ്ങനെയാണ് ഫംഗ്ഷൻ വന്നത് വിചാരിച്ചോ. ഇതാണ് വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. ഇവിടെ രണ്ട് പോയിന്റ് എടുത്ത് എക്സ് ഈക്വൽ ടു എ, എക്സ് ഈക്വൽ ടു ബി. അല്ലേ. അപ്പൊ ഇതിന്റെ ഇടയിൽ കണ്ടോ, ഈ ഇന്റർവെല്, ഈ സി എന്ന് പറഞ്ഞൊരു പോയിന്റ് കണ്ടോ, അവിടെ ഒരു ഹോളോ ഇല്ലേ, അവിടെ ഫംഗ്ഷൻ ബ്രേക്ക് ആയിട്ടുണ്ട്. കണ്ടതാ, അവിടെ ഞാനൊരു സർക്കിൾ ഇട്ട്, ഈ ഒരു പോയിന്റിൽ ഫംഗ്ഷൻ ബ്രേക്ക് ആയിട്ടുണ്ട്.
അല്ലേ? അപ്പം നമ്മൾ ഈ സി എന്ന് പറഞ്ഞ എക്സ് ഈക്വൽ ടു സി ആണ് നമ്മൾ എന്ത് പറയാം? പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയാം. പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി. പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി അല്ലേ? ഇപ്പം നമ്മൾ എഫ് ഓഫ് സി എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഫങ്ഷൻ ഇല്ല. ക്ലിയർ ആയോ? എഫ് ഓഫ് സി എന്ന് പറഞ്ഞാൽ ഇവിടെ കണ്ടോ ഒരു പോയിന്റ്, നമുക്ക് ഈ വൈയിലേക്ക് റെപ്രസെന്റ് ചെയ്യാൻ ഒരു പോയിന്റ് ഇല്ല. അപ്പോൾ അങ്ങനത്തെ പോയിന്റിനെയാണ് നമ്മൾ എന്താ പറയുക? ഡിസ്കണ്ടിന്യൂസ് പോയിന്റ് എന്ന് പറയാം. ക്ലിയർ ആയോ? വേറൊരു എക്സാമ്പിൾ എടുത്തു. ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, ഒരു എക്സ് ഈക്വൽ ടു ഡി അല്ലേ? ഈ ഒരു പോയിന്റിൽ നോക്ക്. ഇപ്പം എഫ് ഓഫ് ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫംഗ്ഷൻ ഡിയിലേക്ക് പോകുന്നത് അവിടെ ഒരു പോയിന്റ് y1 എന്ന് എടുത്തോ. എഫ് ഓഫ് ഡി എന്ന് പറഞ്ഞാൽ എന്താ വരിക? y1. ക്ലിയർ ആയോ? അപ്പോൾ അവിടെ ഒരു കറക്റ്റ് ഈ ഡി എക്സ് ഈക്വൽ ടു ഡി എന്ന് പറഞ്ഞ പോയിന്റിൽ എന്തുണ്ട്? കറക്റ്റായിട്ടൊരു വൈൻ്റെ വാല്യൂ ഉണ്ട്. അപ്പോൾ ഈ ഡി എന്ന് പറഞ്ഞ പോയിന്റിൽ എന്താണത്? കണ്ടിന്യൂസ് ആണ്. പക്ഷെ സി എന്ന് പറയുന്ന പോയിന്റിൽ എന്തല്ല? കണ്ടിന്യൂസ് അല്ല അല്ലേ? അപ്പോൾ ഈ കണ്ടിന്യൂസ് ഫംഗ്ഷൻ, ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ 3 കാര്യങ്ങൾ ചെക്ക് ചെയ്യണം. അതിൽ ഒന്നാണ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ്. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക LHL എന്നാണ്. പിന്നെ സെക്കൻഡ് വൺ ആണ് റൈറ്റ് ഹാൻഡ് ലിമിറ്റ്. റൈറ്റ് ഹാൻഡ് ലിമിറ്റ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക RHL എന്ന്. പിന്നെ വാല്യൂ ഓഫ് ഫങ്ഷൻ അറ്റ് ദാറ്റ് പോയിന്റ്. ആ പോയിന്റിൽ ഫങ്ഷന്റെ വാല്യൂ അല്ലേ? അതായത് എഫ് ഓഫ് പോയിന്റ് ആണെങ്കിൽ ഇപ്പൊ എ ആണ് വിചാരിച്ചോ. ഇപ്പൊ എക്സ് ഈക്വൽ ടു എ എന്നുള്ള പോയിന്റിലാണ് നമ്മൾ ചെയ്യുക. ഇപ്പം ഞാനൊരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മളൊരു എക്സാമ്പിൾ എടുക്കുക. നോക്ക്, നമ്മളതിലൊരു ഫംഗ്ഷൻ ഉണ്ട്. ഇപ്പം ഇതാ അങ്ങനെ കാണിക്കുന്നത്. ഇത് എക്സ് ആക്സിസും ഇത് വൈ ആക്സിസും. ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഇപ്പം നോക്ക്, ഞാൻ ഇതിനെ റെപ്രസെന്റ് ചെയ്ത് വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്നൊരു ഫംഗ്ഷൻ. ഇവിടെയാണ് ഒരു പോയിന്റ് ഉള്ളത്, എക്സ് ഈക്വൽ ടു എ. ഈ ഒരു പോയിന്റിൽ കണ്ടാൽ തന്നെ അറിയാം നമുക്കിത് കണ്ടിന്യൂസ് ആണെന്ന് അല്ലേ? അതിൻ്റെ വാല്യൂ ആണ് ഒരു ബി ആണ് വിചാരിച്ചോ അല്ലേ? ഫംഗ്ഷൻ്റെ വാല്യൂ ബി ആണ്. അപ്പം നമ്മൾ ഫസ്റ്റ് നോക്കേണ്ടത് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ആണ്. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റിനെ റെപ്രസെന്റ് ചെയ്യുക ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഫംഗ്ഷൻ എയിലെ എ മൈനസ് എന്നാ പറയാ. അതായത് നമ്മൾ ഈ എക്സ് എയിലേക്ക് നമ്മൾ എക്സിന്റെ ലെഫ്റ്റ് നിന്ന് വരികയാണ്. അതായത് ഈ ഡയറക്ഷനിൽ വരിക അല്ലേ? ശരി, അതിനെയാണ് നമ്മൾ എന്താ പറയുക? ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ്. അപ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ മൈനസ് എഫ് ഓഫ് എക്സ്. അങ്ങനെയാണ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് അല്ലേ? റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ പ്ലസ് എന്നാ പറയാം. അതായത് ഈ സെയിം എനെ തന്നെ നമ്മൾ ഏതിൽ നിന്ന് വരുന്നത്? എൻ്റെ റൈറ്റ് സൈഡിൽ നിന്ന് വരുന്നത് അല്ലേ? അതായത് ഇങ്ങനെ വരുന്നത് അല്ലേ? ഇൻ എഫ് ഓഫ് എക്സ്. ക്ലിയർ ആയോ? പിന്നെ നമ്മൾ പറയുന്നത് എഫ് ഓഫ് എ അല്ലേ? എഫ് ഓഫ് എ, അതായത് ഈ എ എന്ന് പറഞ്ഞ പോയിന്റിലെ ഫംഗ്ഷന്റെ വാല്യൂ അല്ലേ? ഇപ്പൊ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ മൈനസ് എഫ് ഓഫ് എക്സ് തന്നെ ശരിക്കും എൻ്റെ ലെഫ്റ്റിൽ നിന്ന് വരികയാണ് നമ്മൾ ഈ ഫംഗ്ഷനിലേക്ക്. അതിന്റെ വാല്യൂ എത്രയാ വരിക? ബി അല്ലേ? അതുപോലെ തന്നെ ലിമിറ്റ് ഇപ്പം എൻ്റെ റൈറ്റ് സൈഡിൽ നിന്ന് വന്നാലും എന്താ വരിക? ബി. കണ്ടോ? ഇപ്പൊ ഇവിടുന്ന് വന്നാലും ഒക്കെ ഈ പോയിന്റ് ബിയിലേക്കാണ് പോവുക. എഫ് ഓഫ് എ എന്ന് പറയുന്നത് എന്താ വരിക? അതും എന്താ? ബി. അപ്പം നമ്മൾ പറയും ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് ലിമിറ്റ് is equal to f of a. Therefore, function is continuous at x equal to a. Sorry, x equal to a. അപ്പോൾ ഈ ഒരു മൂന്ന് ഫംഗ്ഷൻ, ഇപ്പം 3
ടേംസ് നമ്മൾ അത് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും എഫ് ഓഫ് എയും കൂടി ഈക്വൽ ആണെങ്കിലേ നമ്മൾ എന്ത് പറയുള്ളൂ, ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് പറയും അല്ലേ. ഇപ്പം നമ്മൾ ഒരു ഉദാഹരണം ചെയ്ത് നോക്കാം. എക്സാമ്പിൾ, check the continuity of the function, check the continuity of the function f of x equal to ഒരു 3x plus 4 at x equal to ഒരു 3 എടുത്തോ. ഇതൊരു സിമ്പിൾ എക്സാമ്പിൾ ആണ് കേട്ടോ. എക്സ് 3യിൽ ഇത് കണ്ടിന്യൂസ് ആണോന്ന് അല്ലേ. നിങ്ങൾക്കൊന്ന് ഗ്രാഫ് വരച്ച് കഴിഞ്ഞിട്ട് നോക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വാല്യൂ കൊടുക്കാം. അപ്പം നമ്മളെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താ വരുന്നത്, 3x plus 4. ഈ പോളിനോമിയൽ ഫംഗ്ഷനൊക്കെ കണ്ടിന്യൂസ് തന്നെ ആയിരിക്കും കേട്ടോ. അപ്പം ഞാൻ ഒരു എച്ച് എന്ന് പറഞ്ഞൊരു ടേമിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അത് വെച്ചിട്ട് ചെയ്യാനാണ് സുഖം. അപ്പോൾ ഇൻട്രൊഡ്യൂസ് എച്ച് വേർ എച്ച് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും, ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. എച്ച് എന്ന് പറയുന്ന ടേം ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. അപ്പം നോക്ക്, നമ്മളെ ഈ ഒരു പോയിന്റ് ഏതാ നമുക്ക് എടുക്കേണ്ടത്, എക്സ് ഈക്വൽ ടു 3 അല്ലേ. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്തായിരിക്കും വരിക, 3ൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് വരണ്ടേ. അപ്പോൾ 3ൻ്റെ ലെഫ്റ്റിൽ നിന്ന് വരണ്ടേ. അപ്പം നമ്മൾ എന്തെടുക്കും, 3 മൈനസ് എച്ച് എന്ന് എടുക്കും. കാരണം എച്ച് പോസിറ്റീവ് ആയതിനെ കൊണ്ട് 3 മൈനസ് എച്ച് എപ്പോഴും എന്തായിരിക്കും, 3നെക്കാട്ടി ചെറുതായിരിക്കും. ഇനി റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്താ വരിക, റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 3ൻ്റെ റൈറ്റ് സൈഡിൽ നിന്നല്ലേ വരുന്നത്. അപ്പോൾ 3 പ്ലസ് എച്ച് എന്ന് എടുക്കും. ക്ലിയർ ആയോ? ഇനി ഇവിടെ എക്സ് ടെൻസ് ടു 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക, ഇംപ്ലൈസ് എച്ച് ടെൻസ് ടു 0. അതും മനസ്സിലാക്കുക. കാരണം എക്സ് 3യിലേക്ക്, ഈ എക്സ് എന്ന് പറയുന്നതാണ് ശരിക്കും നമ്മൾ എന്തെടുക്കുക, 3 പ്ലസ് എച്ച് ആയിട്ടും 3 മൈനസ് എച്ച് ആയിട്ടും എടുക്കുക. അപ്പോൾ എക്സ് 3യിലേക്ക് പോകാന്ന് പറഞ്ഞാൽ എന്താ വരിക, എച്ച് 0ലേക്ക് പോവുക. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എടുത്ത്, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ്, ശരിക്കും എന്താ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ്, എക്സ് ഡിസ്കണ്ടിന്യൂറ്റി ഏത്, എക്സ് 3യിലല്ല ചെക്കേണ്ടത്. അപ്പോൾ 3 മൈനസ് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു, ഞാൻ ഇതിനെ എന്താ എടുത്തത്, 3 മൈനസ് എച്ച് അല്ലേ. അപ്പം ലിമിറ്റ് എച്ച് ടെൻസ് ടു 0, എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ വരിക, എഫ് ഓഫ് എക്സ് അല്ലേ. ഇനി നമ്മളെ എക്സിനെ നമ്മൾ എന്താ എടുത്തത്, എക്സ് ഈക്വൽ ടു 3 മൈനസ് എച്ച് എന്നാണ് എടുത്തത് അല്ലേ. എക്സ് ഈക്വൽ ടു 3 മൈനസ് എച്ച് എന്നാണ് എടുത്തത്. അപ്പോൾ എക്സ് 3, എച്ച് 0ലേക്ക് പോവാന്ന് പറഞ്ഞാൽ എന്താ വരിക, എക്സ് 3ലേക്ക് പോവുക. അപ്പോൾ ഈ ഒരു കേസിന് സമമായിട്ട് ഇത് വന്ന് അല്ലേ. ലിമിറ്റ് എച്ച് ടെൻസ് ടു 0, എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇനിയിപ്പോൾ എന്താ, 3 മൈനസ് എച്ച് ഈസ് ഈക്വൽ ടു അല്ലേ. നമ്മൾ ഫംഗ്ഷൻ എന്താ വരുന്നത്, 3x പ്ലസ് 4 അല്ലേ. അപ്പം 3 ഇൻറ്റു എക്സിൻ്റെ പൊസിഷനിൽ എന്താ വരിക, ഇനി 3 മൈനസ് എച്ച്. അപ്പോൾ 3 മൈനസ് എച്ച് പ്ലസ് 4 ഈസ് ഈക്വൽ ടു ഇതെന്താ വരിക, 9 മൈനസ് 3h പ്ലസ് 4 ഈസ് ഈക്വൽ ടു 9 പ്ലസ് 4 എത്ര വരിക, 13 മൈനസ് 3h. അപ്പം ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എന്ന് പറയുമ്പോൾ ഈ എച്ച് എന്താവും, 0 ആവും. അപ്പോൾ 13 വരും. ക്ലിയർ ആയോ? അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്ത് കിട്ടി, 13 കിട്ടി. ഇനി റൈറ്റ് ഹാൻഡ് ലിമിറ്റ് നോക്കാം. RHL പറഞ്ഞാൽ എന്താ വരിക, ലിമിറ്റ് എക്സ് ടെൻസ് ടു 3ൻ്റെ റൈറ്റ് സൈഡ് 3 പ്ലസ് എഫ് ഓഫ് എക്സ്. നമ്മൾ എക്സിനെ നമ്മൾ എന്തായിട്ട് എടുക്കുക, റൈറ്റ് ഹാൻഡ് ലിമിറ്റ് 3 പ്ലസ് എച്ച് എന്ന് എടുക്കും. അപ്പോൾ എച്ച് ടെൻസ് ടു 0 എന്ന് പറഞ്ഞാൽ അപ്പോൾ എക്സ് ടെൻസ് ടു 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക, ഇംപ്ലൈസ് എച്ച് ടെൻസ് ടു 0, എച്ച് 0ലേക്ക് പോകുമ്പോൾ അല്ലേ, ഈസ് ഈക്വൽ ടു ലിമിറ്റ് എന്താ വരിക, എച്ച് ടെൻസ് ടു 0, എഫ് ഓഫ് എക്സിന് പറഞ്ഞ് എന്താ ഇട്ട് കൊടുക്കേണ്ടത്, 3 പ്ലസ് എച്ച്. എഫ് ഓഫ് എക്സ് എന്താ നമ്മളെ ഫംഗ്ഷൻ, 3x പ്ലസ് 4 അല്ലേ, 3x പ്ലസ് 4 അല്ലേ. അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് എന്തിട്ട് കൊടുക്കുക, 3 ഇൻറ്റു 3 പ്ലസ് എച്ച് പ്ലസ് 4 ഇപ്പോൾ എന്താ വരിക, 9 പ്ലസ്
9 plus 3h plus 4 is equal to 13 plus 3h എന്ന് വരും. അല്ല, h 0ലേക്ക് പോകുമ്പോൾ എന്താ വരിക? അതും 13 വരും. ഇനി f of 3 എന്ന് പറയുന്നത് എന്താ വരിക? f of x എന്ന് പറയുന്നത് എന്താ വരിക? 3x plus 4 അല്ലേ? അപ്പം എന്താ വരിക? 3 into 3 plus 4 അതും എന്താ വരിക? 13. അപ്പോൾ LHL-ഉം RHL-ഉം എന്തിന് ഈക്വലാ? എഫ് ഓഫ് 3ക്ക് ഈക്വലാ അല്ലേ? അപ്പോൾ ദ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് അറ്റ് x ഈക്വൽ ടു 3. അപ്പോൾ ഫംഗ്ഷൻ എന്താവും? x ഈക്വൽ ടു 3യിൽ കണ്ടിന്യൂസ് ആയി. ക്ലിയർ ആയോ? ഇനി വേറൊരു ക്വസ്റ്റ്യൻ നോക്കി നോക്ക്. ചെക്ക് ദ കണ്ടിന്യൂറ്റി ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഒരു എക്സ് സ്ക്വയർ മൈനസ് 2 എഴുതിക്കോ. അറ്റ് എക്സ് ഈക്വൽ ടു ഒരു 1 അല്ലേ? അപ്പം ഞാൻ ലെറ്റ് എക്സ് ഈക്വൽ ടു എന്തെടുത്ത് 1 പ്ലസ് എച്ച് എന്ന് എടുത്ത്. അതെല്ലാ പ്രോബ്ലത്തിലും നിങ്ങൾ ഈ ഒരു സ്റ്റെപ്പ് തന്നെ ഫോളോ ചെയ്യുക കേട്ടോ. അപ്പോൾ എക്സ് ടെൻസ് ടു 1 മീൻസ് എന്നാൽ എന്താ പറയുക? എക്സ് 1ലേക്ക് പോകാന്ന് പറഞ്ഞാൽ എച്ച് എന്താ വരിക? എച്ച് ടെൻസ് ടു 0. അതും മനസ്സിലാക്കി വെക്കുക. ഇനി ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്താ വരിക? ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എക്സ് ടെൻസ് ടു എവിടുന്ന് വരിക? 1 മൈനസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 1ലേക്ക് പോകാന്ന് പറഞ്ഞാൽ എന്താ പറയുക? എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് അല്ലേ? ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റിന് നമ്മൾ എന്തായാലും നേരത്തെ എടുത്തത് എക്സ് ഈസ് ഈക്വൽ ടു 1. അതായത് ഇങ്ങനെ വരും. ഇതിപ്പം 1 ആണെങ്കിൽ ലെഫ്റ്റിൽ നിന്നും റൈറ്റിൽ നിന്നും വരും. ലെഫ്റ്റിൽ നിന്ന് വരുമ്പോൾ എന്താ വരിക? 1 മൈനസ് എച്ച്. റൈറ്റിൽ നിന്ന് വരുമ്പോൾ 1 പ്ലസ് എച്ച്. അത് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ആകുമ്പോൾ എക്സിന് നിങ്ങൾ എന്തിട്ട് കൊടുക്കുക? 1 മൈനസ് എച്ച് ഈസ് ഈക്വൽ ടു നമ്മൾ എന്താ ഇട്ട് കൊടുക്കുക? എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നതാണ് എക്സ് സ്ക്വയർ മൈനസ് 2. അപ്പോൾ എഫ് ഓഫ് 1 മൈനസ് എച്ച് എന്ന് പറഞ്ഞാൽ 1 മൈനസ് എച്ച് ഹോൾ സ്ക്വയർ മൈനസ് 2 അല്ലേ? ഇത് സോൾവ് ചെയ്യുമ്പോൾ എന്താ ശരി? എച്ച് 0 ഇട്ട് കൊടുക്കുക. അപ്പോൾ 1 സ്ക്വയർ മൈനസ് 2 ഈക്വൽ ടു 1 മൈനസ് 2 എന്ന് പറയുന്നത് എന്താ വരിക? -1. ഇനി റൈറ്റ് ഹാൻഡ് ലിമിറ്റ് നോക്കുക. ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 പ്ലസ് f of x is equal to limit h tends to 0 f of right hand limit വരുമ്പോൾ എന്ത് വരും? 1 plus h is equal to 1 plus h whole square minus 2. ഈ hന് 0 ഇട്ട് കൊടുത്താൽ എന്ത് വരും? 1 square minus 2 is equal to 1 minus 2. അതെന്താ വരിക? -1. ക്ലിയർ ആയോ? ഇനി f of 1 എന്താ വരിക? എഫ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ 1 സ്ക്വയർ മൈനസ് 2 ഇസ് ഈക്വൽ ടു 1 മൈനസ് 2. എന്താ വരിക? -1. സിൻസ് എൽ എച്ച് എൽ ഈക്വൽ ടു ആർ എച്ച് എൽ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് 1, ദ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 1. ക്ലിയർ ആയോ? ഇനി വേറൊരു ക്വസ്റ്റ്യൻ നോക്ക്. ഇതിൻ്റെ ഒന്ന് തറവാവട്ടെ, അതുവരെ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്യാം. എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ഒരു എക്സ് ബൈ എക്സ് പ്ലസ് 3 അറ്റ് എക്സ് ഈക്വൽ ടു ഒരു 2 എടുത്തോ. എക്സ് ഈക്വൽ ടു 2 അല്ലേ? അപ്പം നമ്മൾ എക്സ് ഈക്വൽ ടു നമ്മൾ എന്തെടുക്കും? 2 എന്ന് പറഞ്ഞൊരു പോയിന്റിൽ 2ന് 2 ലിമിറ്റ് ഉണ്ട്. ഇതല്ലേ 2ൻ്റെ ലെഫ്റ്റ് നിന്ന് വന്നു കഴിഞ്ഞാൽ എന്ത് വരും? 2 മൈനസ് എച്ച്. 2ൻ്റെ റൈറ്റിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ എന്ത് വരും? 2 പ്ലസ് എച്ച് അല്ലേ? അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു എന്ത് വരും? 2 മൈനസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് 2 മൈനസ് എന്ന് പറഞ്ഞാൽ എന്താ വരിക? എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് 2 മൈനസ് എച്ച് ഇസ് ഈക്വൽ ടു 2 മൈനസ് എച്ച് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഈ എക്സ് വരുമ്പോൾ എക്സ് ബൈ എക്സ്
plus 3. അപ്പോൾ f of 2 minus h എന്ന് പറഞ്ഞാൽ എന്താ പറയുക 2 minus h divided by 2 minus h plus 3 is equal to 2 minus h divided by 2 plus 3 എന്ന് പറഞ്ഞാൽ എന്താ വരിക 5 minus h. ഇനി hന് 0 ഇട്ട് കൊടുത്താൽ എന്ത് വരും 2 divided by 5. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്ത് കിട്ടി 2 by 5 എന്ന് കിട്ടി. ഇനി റൈറ്റ് ഹാൻഡ് ലിമിറ്റ് is equal to limit x tends to 2 plus f of x is equal to limit h tends to 0. റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്താ വരിക 2 plus h f of 2 plus h. അപ്പോൾ ഇവിടെ എക്സിന് ഭാഗത്ത് 2 plus h കൊടുക്കുമ്പോൾ എന്താ വരിക 2 plus h divided by 2 plus h plus 3 is equal to 2 plus h divided by 5 plus h. ഇനി hന് 0 ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് വരും 2 divided by 5. ക്ലിയർ ആയോ? ഇനി f of 2 എന്ന് പറയുന്നത് എന്താ വരിക 2 divided by 2 plus 3 അല്ലേ x divided by x plus 3 അല്ലേ ഇതാ x divided by x plus 3 അപ്പോൾ എന്ത് വരും 2 divided by 5. അപ്പോൾ ഇവിടെ എന്ത് ഈക്വലാ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും പിന്നെ f of 2 ഈക്വലാ. അപ്പോൾ ഇറ്റ് ഈസ് കണ്ടിന്യൂസ് അറ്റ് x equal to 2. ക്ലിയർ ആയോ? ഇനി ടെക്സ്റ്റ് ബുക്കിലെ കുറച്ച് ക്വസ്റ്റ്യൻ നോക്ക്. ഇപ്പം ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താണ് ഡിസ്കസ് ദ കണ്ടിന്യൂറ്റി ഓഫ് ദ ഫംഗ്ഷൻ f of x is equal to x square at x equal to 0 അല്ലേ. നിങ്ങൾ എന്ത് കണ്ടുപിടിക്കുക ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് കണ്ടുപിടിക്കുക. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ വരിക ലിമിറ്റ് എക്സ് ടെൻസ് ടു 0ൻ്റെ ലെഫ്റ്റ് എന്ന് വരിക 0 മൈനസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു h ടെൻസ് ടു 0 അല്ലേ. ലെഫ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ എന്താ എടുത്തത് ഇപ്പോൾ 0 ആണെങ്കിൽ 0ൻ്റെ ലെഫ്റ്റ് നിന്ന് വരുമ്പോൾ എന്താ വരിക 0 മൈനസ് എച്ച് 0ൻ്റെ റൈറ്റ് നിന്ന് വരുമ്പോൾ 0 പ്ലസ് എച്ച് അങ്ങനെ എടുക്കാം. എഫ് ഓഫ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് അപ്പം എന്താ വരിക 0 മൈനസ് എച്ച് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 മൈനസ് എച്ച് എന്ന് പറഞ്ഞാൽ എന്താ എഫ് ഓഫ് എക്സ് സ്ക്വയർ. അപ്പോൾ 0 മൈനസ് എച്ച് എന്ന് പറഞ്ഞാൽ 0 മൈനസ് എച്ച് ഹോൾ സ്ക്വയർ അല്ലേ. ഇതെന്താ വരിക മൈനസ് എച്ച് സ്ക്വയർ എന്ന് വരും. 0 മൈനസ് എച്ച് എന്ന് പറഞ്ഞാൽ എച്ച് അല്ലേ മൈനസ് എച്ച് അപ്പോൾ എച്ച് സ്ക്വയർ. അപ്പോൾ എന്താ വരിക എച്ച് 0 ആകുമ്പോൾ 0. ക്ലിയർ ആയോ? ഇനി റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്താ വരിക ലിമിറ്റ് x tends to 0 plus f of x is equal to limit h tends to 0 f of 0 plus h അല്ലേ. 0 plus h എന്ന് പറഞ്ഞാൽ എന്താ വരിക 0 plus h ഹോൾ സ്ക്വയർ. അപ്പോൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ അല്ലേ. അപ്പോൾ 0 plus h എന്ന് പറഞ്ഞാൽ 0 plus h ഹോൾ സ്ക്വയർ. അപ്പോൾ എച്ച് സ്ക്വയർ എച്ചിൻ്റെ വാല്യൂ എത്രയാണ് 0. അപ്പോൾ 0 സ്ക്വയർ എന്താ വരിക 0. ക്ലിയർ ആയോ? ഇനി എഫ് ഓഫ് 0 എന്ന് പറയുന്നത് എന്താ വരിക എഫ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ 0 സ്ക്വയർ ഈക്വൽ ടു 0. ഇപ്പോൾ എന്താ വരിക ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ഈക്വൽ ടു എഫ് ഓഫ് 0. അപ്പോൾ എന്താണ് ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 0. ഇനി അടുത്തത് നോക്ക്. അടുത്ത ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ് അറ്റ് എക്സ് ഈക്വൽ ടു 0 അല്ലേ. അപ്പോൾ നിങ്ങൾ എന്തെടുക്കുക രണ്ട് ലിമിറ്റായിട്ട് എടുക്കുക. ഇത് 0 ലെഫ്റ്റ് സൈഡിൽ നിന്ന് വരുമ്പോൾ എന്ത് വരും
0 മൈനസ് എച്ച്, ഇത് 0 പ്ലസ് എച്ച്. അപ്പം ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0ൻ്റെ ലെഫ്റ്റ് എന്ന് വരിക 0 മൈനസ് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എന്താ വരിക എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ വരിക എഫ് ഓഫ് 0 മൈനസ് എച്ച്. 0 മൈനസ് എച്ച് ഇവിടെ നിന്ന് നിങ്ങൾക്ക് എങ്ങനെ എഴുതാം കേട്ടോ. ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് 0 മൈനസ് എച്ച് എന്താ വരിക മൈനസ് എച്ച് അല്ലേ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് മോഡ് എക്സ്. അപ്പം എന്താ വരിക മോഡ് ഓഫ് മൈനസ് എച്ച് ഈസ് ഈക്വൽ ടു എച്ച്. മോഡ് ഓഫ് മൈനസ് എച്ച് എന്ന് പറഞ്ഞാൽ എന്താ വരിക എച്ച്. അപ്പം എന്താ എച്ച് 0 ആകുമ്പോൾ ഈക്വൽ ടു 0. ഇനി റൈറ്റ് ഹാൻഡ് ലിമിറ്റോ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എഫ് ഓഫ് 0 പ്ലസ് എച്ച്. അതായത് 0 പ്ലസ് എച്ച് എന്ന് പറഞ്ഞാൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എഫ് ഓഫ് എച്ച്. എഫ് ഓഫ് എച്ച് എന്താ വരിക മോഡ് എച്ച്, അതും എന്താ വരിക 0. ക്ലിയർ ആയില്ലേ? ഇനി എഫ് ഓഫ് 0 എന്ന് പറയുന്നതോ എഫ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ മോഡ്ലെസ് ഓഫ് 0, അതും എന്താ വരിക 0. അപ്പോൾ ഇവിടെ എന്തായി ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് 0. അപ്പോൾ എന്താണ് ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 0. അപ്പോൾ ഈ ഫംഗ്ഷൻ എന്താണ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 0. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്ക്. show that the function f of x is equal to x cube plus 3 എന്ത് എക്സ് 0 അല്ലാത്തപ്പോൾ എക്സ് നോട്ട് ഈക്വൽ ടു 0 1 അപ്പോൾ എക്സ് ഈക്വൽ ടു 0 ഈസ് നോട്ട് കണ്ടിന്യൂസ്. കണ്ടിന്യൂസ് എല്ലാം നമ്മൾ പ്രൂവ് ചെയ്യണം. ഈസ് നോട്ട് കണ്ടിന്യൂസ് അല്ലേ? നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് കണ്ടുപിടിക്കുക. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഈസ് ഈക്വൽ ടു പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി ആയിട്ട് നോക്കുകയാണെങ്കിൽ ഏതാണ് പോയിന്റ് നോക്കണമെങ്കിൽ നിങ്ങൾ റൈറ്റ് സൈഡ് നോക്കിയാൽ മതി കേട്ടോ. ഇവിടെ കണ്ട എക്സ് ഈക്വൽ ടു 0 അല്ലേ? അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ലിമിറ്റ് എക്സ് മാറ്റിയിട്ട് എന്താ പറയുക എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് പോയിന്റ് എന്താ 0 അല്ല, അപ്പോൾ 0 മൈനസ് എച്ച്. അതായത് ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് മൈനസ് എച്ച് ഈസ് ഈക്വൽ ടു ഇനി 0ൻ്റെ ലെഫ്റ്റ് 0 അല്ലാത്തപ്പം 0 ആകുമ്പോഴാണ് 1. 0 അല്ലാത്തപ്പോൾ എന്താ വരിക എക്സ് ക്യൂബ് പ്ലസ് 3. അതായത് 0 അല്ലാത്തപ്പോൾ മീൻസ് എന്ന് പറഞ്ഞാൽ 0ൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് വന്നു കഴിഞ്ഞാലും 0ൻ്റെ റൈറ്റ് സൈഡിൽ നിന്ന് വന്നു കഴിഞ്ഞാലും ഫംഗ്ഷൻ എന്താ വരിക ഇതാണെന്നാ പറയുന്നത് എക്സ് ക്യൂബ് പ്ലസ് 3. 0 ആകുമ്പോഴാണ് എന്ത് വരുന്നത് 1. അപ്പം ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് മൈനസ് എച്ച് എന്താ വരിക മൈനസ് എച്ച് ക്യൂബ് പ്ലസ് 3 അല്ലേ? ഇതെന്താ വരിക മൈനസ് എച്ച് ക്യൂബ് പ്ലസ് 3 മൈനസ് എച്ച് എന്താ വരിക ഇനി എച്ചിൻ്റെ വാല്യൂ എന്താ വരിക 0. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എത്രയാണ് വരിക 3. ഇനി റൈറ്റ് ഹാൻഡ് ലിമിറ്റ് is equal to limit h tends to 0 f of 0 plus h. So limit h tends to 0 എന്താ വരിക എഫ് ഓഫ് 0 പ്ലസ് എച്ച് എന്ന് പറഞ്ഞാൽ എച്ച്. ഫംഗ്ഷൻ എന്താ വരിക എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് ക്യൂബ് പ്ലസ് 3. അപ്പം എന്താ വരിക എച്ച് ക്യൂബ് പ്ലസ് 3 ഈസ് ഈക്വൽ ടു 3. ക്ലിയർ ആയോ?
ഇനി നോക്ക് ഇത് ഇപ്പം ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വലായി. ഇനി എഫ് ഓഫ് 0 എന്താ നോക്ക്. എഫ് ഓഫ് 0 1 അല്ലേ. അപ്പോൾ ലെഫ്റ്റ് ഇതാ എഫ് ഓഫ് 0 1 എന്നാന്ന്. അപ്പം ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വലായി. പക്ഷെ അത് എന്തിന് ഈക്വൽ അല്ല? എഫ് ഓഫ് 0 ഈക്വൽ അല്ല. therefore എന്താ വരിക? ഫങ്ഷൻ ഈസ് ഡിസ്കണ്ടിന്യൂസ് at x equal to 0. x equal to 0 എന്ന് പറഞ്ഞ പോയിന്റിൽ എന്താ ഫംഗ്ഷൻ എന്താ വരിക? ഡിസ്കണ്ടിന്യൂസ് ആ. ഇനി വേറൊരു ക്വസ്റ്റ്യൻ നോക്ക്. ഇപ്പം ചോദിച്ചത് ഡിസ്കസ് ദ കണ്ടിന്യൂറ്റി ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു x cube plus 3x square minus 1. ഈ ഒരു ഫംഗ്ഷൻ ഏതൊക്കെ പോയിന്റിലാണ് ഡിസ്കണ്ടിന്യൂസ് ആണെന്ന് പറയേണ്ടത്. അപ്പം ഞാൻ എടുത്ത് ലെറ്റ് എക്സ് ഈക്വൽ ടു സി ബി എ ജനറൽ പോയിന്റ്. ലെറ്റ് എക്സ് ഈക്വൽ ടു സി ബി എ ജനറൽ പോയിന്റ് അല്ലേ. അപ്പം ഞാൻ എന്താ പറയുന്നത്? എക്സ് ഈക്വൽ ടു സി തന്നെയൊരു പോയിന്റ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഞാൻ എന്തെടുത്ത്? സി ലെഫ്റ്റ് വാല്യൂ സി മൈനസ് എച്ച്, റൈറ്റ് ഹാൻഡ് വാല്യൂ എത്രയാണ് വരിക? സി പ്ലസ് എച്ച്. എച്ച് എന്താണ്? എച്ച് ഗ്രേറ്റർ ദാൻ 0 ആണ് കേട്ടോ. അപ്പം ലിമിറ്റ്, അതായത് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ്, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു സി മൈനസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എന്ത് വരും? ലിമിറ്റ് എക്സ് ടെൻസ് ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സിന് പകരം എന്തിട്ട് കൊടുക്കുക? സി മൈനസ് എച്ച് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 സി മൈനസ് എച്ച് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഫംഗ്ഷൻ സി മൈനസ് എച്ച് ഹോൾ ക്യൂബ് plus 3 into c minus h whole square plus minus 1 is equal to എന്ത് എഴുതാം? h 0 അല്ല, അപ്പോൾ c minus 0 whole cube plus 3 into c minus 0 square minus 1. അപ്പോൾ c cube plus 3c square minus 1 എന്ന് കിട്ടും അല്ലേ. ഇനി റൈറ്റ് ഹാൻഡ് ലിമിറ്റ് നോക്ക്. ലിമിറ്റ് എക്സ് ടെൻസ് ടു സി പ്ലസ് എഫ് ഓഫ് എക്സ് ഇക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എന്താ വരിക? സി പ്ലസ് എച്ച് ഇസ് ഈക്വൽ ടു നമ്മളെന്താ കൊടുക്കുക? ലിമിറ്റ് എച്ച് ടെൻസ് ടു 0. ഈ എക്സ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ഇവിടെ ഈ പൊസിഷനിലൊക്കെ എന്താ കൊടുക്കുക? സി പ്ലസ് എച്ച്, c plus h whole cube plus 3 into c plus h whole square minus 1 which is equal to, ഇനി h 0 അല്ലേ, അപ്പം എന്താ വരിക? c plus 0 whole cube plus 3 into c plus 0 whole square minus 1. c plus 0 എന്ന് പറഞ്ഞപ്പോൾ c cube plus 3c square minus 1. അപ്പോൾ ഇത് കിട്ടി. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വലായി കിട്ടി. ഇനി എഫ് ഓഫ് സി എന്ന് പറഞ്ഞാൽ എന്താ വരിക? എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് ക്യൂബ് പ്ലസ് 3x സ്ക്വയർ മൈനസ് 1. അപ്പോൾ എഫ് ഓഫ് സി എന്ന് പറയുന്നത് എന്താ വരിക? ഈക്വൽ ടു എക്സ് ക്യൂബ് പ്ലസ് സി വരുമ്പോൾ എന്താ വരിക? സി ക്യൂബ് പ്ലസ് 3c സ്ക്വയർ മൈനസ് 1 അല്ലേ. എക്സ് ആണ് എക്സ് ക്യൂബ് പ്ലസ് 3x സ്ക്വയർ മൈനസ് 1. അപ്പോൾ എഫ് ഓഫ് സി എന്ന് പറയുന്നത് എന്താ വരിക? സി ക്യൂബ് പ്ലസ് 3c സ്ക്വയർ മൈനസ് 1. അപ്പം എന്ത് മനസ്സിലായി? ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ഈക്വൽ ടു എഫ് ഓഫ് സി. അപ്പോൾ എക്സ് ഈക്വൽ ടു സി എന്ന് പറയുന്ന ഏതൊരു പോയിന്റിലും എന്തായിരിക്കും? ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിരിക്കും. ക്ലിയർ ആയില്ലേ?
ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. ഡിസ്കസ് ദ കണ്ടിന്യൂറ്റി ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 3 ഇൻ്റർവെല്ലായിട്ട് അതൊന്ന് x+2 എപ്പോൾ ഇഫ് എക്സ് ലെസ് ദാൻ 1, പിന്നെ 0 എപ്പോൾ ഇഫ് എക്സ് ഈക്വൽ ടു 1, പിന്നെ x-2 എന്ത് എക്സ് ഗ്രേറ്റർ ദാൻ 1. ഈ 3 കേസാണ് അല്ലേ. അപ്പോൾ നിങ്ങൾ റൈറ്റ് സൈഡ് നോക്ക്. ഒന്ന് ലെസ് ദാൻ 1 ഉണ്ട്, ഈക്വൽ ടു 1 ഉണ്ട്, എക്സ് ഗ്രേറ്റർ ദാൻ 1 ഉണ്ട്. അപ്പോൾ 1 തന്നെ പോയിന്റിലാണ് ഡിസ്കണ്ടിന്യൂസ് ആയിട്ട് വരുന്നത്, അല്ല വരാൻ ചാൻസ് ഉള്ള. അപ്പോൾ 1ൽ ഡിസ്കണ്ടിന്യൂസ് ആണോ അല്ലേ നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ഈ സൈഡ് എന്താ വരിക 1 - h, ഈ സൈഡ് 1 + h. അല്ലേ. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്താ വരിക, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 അല്ലേ. അപ്പോൾ 1 മൈനസ് എഫ് ഓഫ് എക്സ്. ഈ 1 മൈനസിനെ റീപ്ലേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സിന് വരെ എന്തിട്ട് കൊടുക്കുക 1 - h ഇസ് ഈക്വൽ ടു ഈ ഏത് ഇൻ്റർവെല്ലാണ് നോക്കേണ്ടത് നിങ്ങൾ. 1 - പറഞ്ഞാൽ ഇതല്ലേ വരിക ഈ ഫംഗ്ഷനല്ലേ 1ൻ്റെ ലെഫ്റ്റ്. അപ്പോൾ ഈ എക്സിന് എന്തിട്ട് കൊടുക്കുക 1 - h. അപ്പോൾ 1 - h + 2 വിച്ച് ഈസ് 1 - h + 2 ഈസ് ഈക്വൽ ടു 3 - h എന്ന് പറയും. ഇനി h 0 വന്ന സമയത്ത് എന്താ വരിക 3. ക്ലിയർ ആയോ? ഇനി റൈറ്റ് ഹാൻഡ് ലിമിറ്റ് നോക്കുക. റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 പ്ലസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് 1 പ്ലസ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക 1 + h. അപ്പോൾ അത് 1ൻ്റെ റൈറ്റ് സൈഡിൽ നിന്ന്. അപ്പോൾ ഈ ഫംഗ്ഷൻ അല്ലേ വരിക. അപ്പോൾ 1 + h - 2 ഇസ് ഈക്വൽ ടു 1 + h - 2. അപ്പോൾ എന്താ വരിക h - 1. ഇനി h 0 ആകുമ്പോൾ എന്താ വരിക -1. ഇവിടുന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലായി എന്ത്, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് നോട്ട് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് ലിമിറ്റ്. അപ്പോഴും എന്താവില്ല, ഫങ്ഷൻ ഈസ് നോട്ട് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 1. എക്സ് ഈക്വൽ ടു 1 തന്നെ പോയിന്റിൽ എന്താവില്ല, ഫങ്ഷൻ കണ്ടിന്യൂസ് ആവില്ല. അല്ലേ. അപ്പം ഇതിൻ്റെ വേണമെങ്കിൽ ഇത് ഇപ്പം ഇതിൻ്റെ ഗ്രാഫ് ഒന്ന് വരച്ച് നോക്കാം. അപ്പം എങ്ങനെയാണ് വരിക നോക്കാം. അന്ന് ഗ്രാഫിക്കലി ഒന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നു. ഗ്രാഫിൻ്റെ ആവശ്യമില്ല കേട്ടോ, നിങ്ങൾ ഇതിങ്ങനെ ചെയ്താൽ മതി. ഇതാണ് ഏറ്റവും നല്ല മെത്തേഡ്. ഇപ്പോൾ ഞാൻ ഗ്രാഫിന് വേണ്ടിയിട്ട് എക്സ് ആക്സിസും വൈ ആക്സിസും വരയ്ക്കാം. ഇത് ഒറിജിന്, പോയിന്റ് 1, പോയിന്റ് 2, പോയിന്റ് 3. ഇവിടെ 1, 2, 3, 4. നെഗറ്റീവും വരയ്ക്കാം. അല്ലേ. ഈ ലെസ് ദാൻ 1 എന്ന് പറയുമ്പോൾ, ഇപ്പോൾ ലെസ് ദാൻ 1 എന്ന് പറഞ്ഞാൽ എന്താ ഇവിടെ 0 വരുമ്പോൾ എന്താ വരിക 0 + 2. അപ്പോൾ എന്താ വരിക 0 വരുമ്പോൾ 2 ഇങ്ങനെ വരും. ഇതാ പോയിന്റ്. 1 വരുമ്പോൾ എന്താ വരിക
സോറി -1 വരുമ്പോൾ -1 + 2 എന്ത് വരും? 1 വരും അല്ലേ? -2 വരുമ്പോൾ 0 അല്ലേ? അപ്പം ഇങ്ങനെയായിരിക്കും ഗ്രാഫ് വരിക. ലെഫ്റ്റ് സൈഡിലുള്ള ഗ്രാഫ് ഇങ്ങനെയായിരിക്കും വരിക. ഇതാ ഇങ്ങനെ വരും 1 വരെ അല്ലേ? പക്ഷെ 1-ലെത്തിയപ്പോൾ ആ വാല്യൂ എന്താന്നാ പറയുന്നത്? 1-ലെത്തിയപ്പോൾ വാല്യൂ 0 എന്നാ പറയുന്നത് അല്ലേ? ഇനി ഗ്രേറ്റർ ദാൻ 1 എന്ന് പറഞ്ഞാൽ ഇവിടെ. അപ്പൊ 2 - 2 എന്താ വരിക? എക്സ് ഗ്രേറ്റർ ദാൻ 1 തന്നെ 1 ആകുമ്പോൾ 0 വരും. ഗ്രേറ്റർ ദാൻ 1 എന്ന് പറഞ്ഞപ്പോൾ 2 - 2 എന്താ വരിക? 0. 3 വരുമ്പോൾ എന്താ വരുന്നത്? 1 അല്ല? അപ്പോൾ ഗ്രാഫ് ഇങ്ങനെ അല്ലേ? ഇപ്പം എങ്ങനെ പോകും ഗ്രാഫ് അല്ലേ? ഇനി ഇപ്പം ഇവിടുന്ന് ഇവിടം വരെയൊക്കെ വരുന്ന സമയത്ത് ഈ സൈഡോ 1.5 എന്നൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇത് അങ്ങനെ വരും താഴത്തേക്കായിട്ട്. ക്ലിയർ ആയില്ലേ? അപ്പം ഇവിടെ നമ്മൾ 2 ഹോൾ ഇടും, ഹോളായിട്ടുള്ള 2 സർക്കിൾ ഇടും. കാരണം എന്താ പറഞ്ഞാൽ x=1 എന്ന് പറയുമ്പോൾ ഈ ഗ്രാഫിലും വരില്ല, ഈ ഗ്രാഫിലും വരില്ല. x=1 എന്ന് പറഞ്ഞ പോയിന്റ് ഇതാ ഞാനിപ്പോൾ ഈ മാർക്ക് ചെയ്യുന്ന ഈ ഗ്രീൻ പോയിന്റാണ്. അല്ലാതെ ഞാൻ ഇപ്പോൾ ഓൾറെഡി മാർക്ക് ചെയ്ത ഇതാ ഈ പോയിന്റാണ് വരിക 1. അപ്പോൾ ഇതാണ് ഫംഗ്ഷൻ. ഇപ്പം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. കണ്ടോ അവിടെ ഒരു വലിയൊരു ഗ്യാപ്പ് ഉണ്ടില്ല. അപ്പം എന്നെ എടുക്കാണ്ട് നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റില്ല. അപ്പോൾ x=1 എന്താണ് ഗ്രാഫ്? ഡിസ്കണ്ടിന്യൂസ് ആണ്. ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് കുറച്ച് അഡീഷണൽ ക്വസ്റ്റ്യൻസ് ചെയ്യാം. അതിലൊന്നാണ്, അപ്പോൾ നിങ്ങൾ എപ്പോഴും ചെക്ക് ചെയ്യേണ്ടത് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും f(a)യും കണ്ടുപിടിക്കുക. അത് 3 കൂടി ഈക്വൽ ആണെങ്കിൽ കണ്ടിന്യൂസ് ആയിരിക്കും, അല്ലെങ്കിൽ ആ പോയിന്റ് ഡിസ്കണ്ടിന്യൂസ് ആയിരിക്കും. നോക്ക് ഒരു ക്വസ്റ്റ്യൻ. ചെക്ക് ദ കണ്ടിന്യൂറ്റി ഓഫ് ദ ഫംഗ്ഷൻ f(x) = 1/x-5 അല്ലേ? അപ്പോൾ ഇത് ജനറൽ. ഇപ്പോൾ പിന്നെ ഒരു കണ്ടീഷൻ കൂടിയുണ്ട്, x=5. x 5 അല്ലാത്ത പോയിന്റിലാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പോൾ 5 എന്ന പോയിന്റ് നമ്മൾ എടുക്കേണ്ട കാര്യമില്ല. അപ്പം ഞാനൊരു ജനറൽ പോയിന്റ് എടുത്ത് ലെറ്റ് x = ഒരു c എന്നെടുത്ത് അല്ലേ? അപ്പോൾ ഈ c എന്ന് പറഞ്ഞ പോയിന്റിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഒക്കെ എടുക്കണം. അപ്പോൾ c അല്ല, ഇവിടുന്ന് വരുമ്പോൾ എന്ത് വരും? c - h. ഇവിടെ വരുന്നത് c + h. അപ്പം ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിമിറ്റ് x → c - f(x) = ലിമിറ്റ് h → 0 അല്ലേ? f(x) ന് പകരം എന്താ എഴുതുക? c - h = 1/ ഈ എക്സിന്റെ സ്ഥാനത്ത് എന്തിട്ട് കൊടുക്കുക? c - h - 5. ഇനി h 0 അല്ലേ? അപ്പോൾ 1/c - 5 എന്ന് കിട്ടും. ഇനി റൈറ്റ് ഹാൻഡ് ലിമിറ്റ് RHL എന്ന് പറയുന്നത് എന്താ വരിക? ലിമിറ്റ് x → c + f(x) = ലിമിറ്റ് x നെ മാറ്റി നമ്മൾ എന്താവും? h ആക്കും. h → 0 f(c + h) എന്ന് പറയും. = 1/ ഈ x മാറ്റിയിട്ട് c + h ഇട്ടുക. c + h - 5. h ന്റെ വാല്യൂ 0 അല്ലേ? അപ്പോൾ 1/c - 5. ഇനി f(c) എന്ന് പറയുന്നത് എന്താ വരിക? 1/c - h. അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ എല്ലാ പോയിന്റിലും എന്താണ്? കണ്ടിന്യൂസ് ആണ്. കാരണം ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് = റൈറ്റ് ഹാൻഡ് ലിമിറ്റ് = f(c). അപ്പം എല്ലാ പോയിന്റിലും എന്താണത്? കണ്ടിന്യൂസ് ആണ്. ഒന്നുകൂടി പറയുകയാണ്, x ≠ 5 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ x = 5 എന്നുള്ളൊരു പോയിന്റ് നിങ്ങൾ എടുക്കേണ്ട കാര്യമില്ല. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. സെക്കൻഡ് വൺ, f(x) =
രണ്ട് കേസ് ആയിട്ട് അതൊന്ന് അല്ല അതിന് മുന്നേ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുക. എക്സ് സ്ക്വയർ മൈനസ് 25 ബൈ എക്സ് പ്ലസ് 5. കണ്ടീഷൻ തന്നിട്ടുണ്ട് എക്സ് ഒരിക്കലും -5 ആവൂല എന്നും പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പൊ ഞാനൊരു ജനറൽ പോയിന്റ് എടുക്കുക, നേരത്തെ എടുത്ത പോലെ എക്സ് ഈക്വൽ ടു ഒരു സി എടുത്ത്, സിന്റെ ലെഫ്റ്റ് നിന്ന് വരുമ്പോൾ എന്ത് വരും? സി മൈനസ് എച്ച്. സിന്റെ റൈറ്റ് നിന്ന് വരുമ്പോൾ എന്ത് വരും? സി പ്ലസ് എച്ച്. അപ്പോൾ എക്സ് ഈക്വൽ ടു സി തന്നെ ഒരു ജനറൽ പോയിന്റ് എടുത്ത്. ഇനി ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്താ വരിക? ലിമിറ്റ് എക്സ് ടെൻസ് ടു സി മൈനസ് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് എന്താ വരിക? സി മൈനസ് എച്ച് ഈസ് ഈക്വൽ ടു, ഇതോടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? സി മൈനസ് എച്ച് ഹോൾ സ്ക്വയർ മൈനസ് 25 ഡിവൈഡഡ് ബൈ സി മൈനസ് എച്ച് പ്ലസ് 5. ഇനി എച്ച് 0 അല്ലേ, എച്ച് 0 ആകുമ്പോൾ എന്ത് വരും? സി സ്ക്വയർ മൈനസ് 25 ബൈ സി പ്ലസ് 5 എന്ന് വരും. സി സ്ക്വയർ മൈനസ് 25 എങ്ങനെ എഴുതാം? സി മൈനസ് 5 ഇൻറ്റു സി പ്ലസ് 5 ഡിവൈഡഡ് ബൈ സി പ്ലസ് 5. ഇത് ക്യാൻസൽ ചെയ്തുകൂടെ? അപ്പം ബാക്കി ആര് വരും? സി മൈനസ് 5. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്ത് കിട്ടി നമുക്ക്? സി മൈനസ് 5 കിട്ടി. ഇനി റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു സി പ്ലസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എന്ത് എഴുതുക? എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് സി പ്ലസ് എച്ച്. ഇത് മാറിയിട്ട് എന്താവും? സി പ്ലസ് എച്ച് ആവും. സി പ്ലസ് എച്ച് ഹോൾ സ്ക്വയർ മൈനസ് 25 ഡിവൈഡഡ് ബൈ സി പ്ലസ് എച്ച് പ്ലസ് 5. എച്ച് 0 അല്ലേ, അപ്പൊ സി സ്ക്വയർ മൈനസ് 25 ഡിവൈഡഡ് ബൈ അഗെയിൻ എന്താ വരിക? സി പ്ലസ് 5. ദിസ് ഈസ് ഈക്വൽ ടു സി മൈനസ് 5 ഇൻറ്റു സി പ്ലസ് 5 ഡിവൈഡഡ് ബൈ സി പ്ലസ് 5. അപ്പൊ ഈ സി പ്ലസ് 5 ഇത് രണ്ട് ക്യാൻസൽ ചെയ്താൽ വീണ്ടും എന്ത് വരും? സി മൈനസ് 5. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ ആയി. ഇനി ഒന്നും കൂടി ചെക്ക് ചെയ്യേണ്ടത് എഫ് ഓഫ് സി ആണ്. എഫ് ഓഫ് സി എന്ന് പറഞ്ഞാൽ എന്താ വരിക? സി സ്ക്വയർ മൈനസ് 25 ഡിവൈഡഡ് ബൈ സി പ്ലസ് 5. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നതാണ് എക്സ് സ്ക്വയർ മൈനസ് 25 ബൈ എക്സ് പ്ലസ് 5. അപ്പൊ ഇവിടെ സി ആകുമ്പോൾ സി സ്ക്വയർ മൈനസ് 25 ബൈ സി പ്ലസ് 5. അപ്പൊ എന്താ? സി സ്ക്വയർ മൈനസ് 25 സി മൈനസ് 5 ഇൻറ്റു സി പ്ലസ് 5 ഡിവൈഡഡ് ബൈ സി പ്ലസ് 5. ഇതിന് ആൻസർ എന്താ വരിക? സി മൈനസ് 5. അപ്പം ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ഈക്വൽ ടു എഫ് ഓഫ് സി. അപ്പൊ എന്താണ്? ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. എല്ലാ പോയിന്റിലും എന്താണ്? ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ് മൈനസ് 5 അല്ലേ. അപ്പൊ ഈ മോഡിനെ നമുക്ക് രണ്ട് ആയിട്ട് ഇതാക്കി വരാം അല്ലേ. അപ്പം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്ത? എക്സ് മൈനസ് 5 ഈക്വൽ ടു ഇതിൻ്റെ ഉള്ളിലുള്ള 0 എന്നിട്ട് എടുക്കുക. അപ്പൊ എക്സ് ഈക്വൽ ടു എന്ത് വരും? 5 അല്ലേ. അപ്പൊ നമുക്ക് ഇതിനെ തന്നെ രണ്ട് രീതിയിൽ എഴുതാം. ഒന്ന് എക്സ് ലെസ് ദാൻ 5 ആകുമ്പോഴും ഒന്ന് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5 ആകുമ്പോൾ അല്ലേ. അപ്പൊ എക്സ് ലെസ് ദാൻ 5 എന്ന് തന്നെ ഇപ്പൊ നോക്കുക എക്സാമ്പിൾ ആയിട്ട്. എക്സ് ലെസ് ഇപ്പൊ 2 അല്ലേ. അപ്പം എക്സ് ലെസ് ദാൻ 5 2 എന്ന് പറയുന്ന ഒരു നമ്പർ ലെസ് ദാൻ 5 അല്ലേ. അപ്പൊ 2 മൈനസ് 5 എന്താ വരിക? -3. അപ്പൊ ഇത് മോഡ് 2 മൈനസ് 5 എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു മൈനസ് ഇട്ട് കൊടുക്കണ്ടേ അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് എഴുതാം? മൈനസ് ഓഫ് എക്സ് മൈനസ് 5 അല്ലെ. ഈ മോഡിന്റെ പ്രോബ്ലം എങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ലെസ് ദാൻ 5 ആകുന്ന സമയത്ത് ഈ 2 മൈനസ് 5 നെഗറ്റീവ്. അപ്പൊ അത് പോസിറ്റീവ് ആക്കണേ നമ്മൾ ഒന്നും കൂടി മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇനി 5 ഗ്രേറ്റർ ദാൻ ഇത് തന്നെ ഇപ്പൊ 5 തന്നെ ഒരു 7 അല്ലേ. അപ്പൊ 7 മൈനസ് 5 എന്ന് പറഞ്ഞാൽ എന്താ വരിക?
ടു പോസിറ്റീവ് ആണ്. അപ്പോൾ ഓൾറെഡി ഇത് ഓൾറെഡി എന്തായാലും പോസിറ്റീവ് ആയിട്ടാണ് കിട്ടുക. അപ്പം നിങ്ങൾ വേറെ ഒന്നും കൊടുക്കണ്ട. അപ്പം അതെന്ത് വരും? എക്സ് മൈനസ് 5 വരും. അപ്പം ഈ രണ്ട് കേസ് ആക്കുക. ഇത് വേണമെങ്കിൽ ഒന്ന് മാറ്റി എഴുതാം. മൈനസ് ഓഫ് ഇത് എന്ന് പറയുമ്പോൾ എന്താ വരിക? 5 മൈനസ് എക്സ് വരും. അപ്പോൾ എക്സ് ലെസ് ദാൻ 5. അപ്പോൾ എക്സ് മൈനസ് 5. ഇപ്പം എന്താ വരിക? എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5. അപ്പോൾ പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി എവിടെയാണെന്ന് മനസ്സിലായി? 5ലാണ്. അപ്പം ഇനി 5ൽ ചെക്ക് ചെയ്യുക. 5 ചെക്ക് ചെയ്യുന്ന സമയത്ത് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 5 മൈനസ് എഫ് ഓഫ് എക്സ് is equal to limit h tends to 0 f of എന്തെടുക്കുക? 5 മൈനസ് എച്ച്. 5 ആണ് കേട്ടോ ഇനി നമ്മുടെ പോയിന്റ്. ഇവിടെ നിന്ന് വരുമ്പോൾ 5 മൈനസ് എച്ച്, ഇവിടെ വരുമ്പോൾ 5 പ്ലസ് എച്ച് ഈസ് ഈക്വൽ ടു. അപ്പൊ നമ്മൾ 5ന്റെ ലെഫ്റ്റിൽ അപ്പൊ ഈ ഫംഗ്ഷനിൽ എടുക്കണ്ടേ? അപ്പൊ എന്താ വരിക? 5 മൈനസ് എക്സിന്റെ പൊസിഷനിൽ എന്തിട്ട് കൊടുക്കുക? 5 മൈനസ് എച്ച്. 5 മൈനസ് 5 പ്ലസ് എച്ച് എന്താ വരിക? 0 അല്ലേ വരിക? എച്ചും 0 ആണ്. എച്ച് ടെൻസ് ടു 0. അപ്പൊ ഇതെന്താ വരിക? 0. ഇനി റൈറ്റ് ഹാൻഡ് ലിമിറ്റ് നോക്ക്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 5 plus f of x is equal to limit h tends to 0 f of 5 plus h is equal to 5 plus h ആവുന്ന സമയത്ത് ഏതാണ് വരിക? ഇതാണ് വരിക. അപ്പോൾ 5 plus h minus 5 is equal to 5 plus h minus 5. ഈ 5ഉം 5ഉം കട്ടായി h തന്നെ വരും. ഇവിടെയും വന്നിരിക്കുന്നത് എച്ച് തന്നെയാട്ടോ. ഈ 5ഉം 5ഉം ക്യാൻസൽ ചെയ്തിട്ട് അപ്പൊ ഇതെന്താ വരിക? 0. ക്ലിയർ ആയില്ലേ? ഇനി എഫ് ഓഫ് 5 നോക്ക്. മോഡ് ഓഫ് എക്സ് മൈനസ് 5 അല്ലേ നമ്മുടെ ഇക്വേഷൻ? മെയിൻ ഇക്വേഷൻ നോക്കിയാൽ അല്ലെങ്കിൽ ഈ ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5 വന്നില്ലേ? അപ്പൊ ഈ ഫംഗ്ഷൻ തന്നെ വരും. അല്ലെങ്കിൽ അത് ഡയറക്റ്റ് നേരത്തെ ഇക്വേഷനിൽ തന്നെ ഇട്ട് കൊടുത്താൽ മതി. എക്സ് മൈനസ് 5 ഈക്വൽ ടു എന്താ വരും? മോഡ് ഓഫ് 5 മൈനസ് 5 എന്താ വരിക? 0. അപ്പോൾ അത് എല്ലാ പോയിന്റിലും കണ്ടിന്യൂസ് ആണ്. അല്ലെങ്കിൽ എക്സ് ഈക്വൽ ടു 5ലും കണ്ടിന്യൂസ് ആണ്. അപ്പൊ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ഈക്വൽ ടു എഫ് ഓഫ് 5. സോ ഇറ്റ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 5. പിന്നെ എല്ലാ പോയിന്റിലും എന്താണത്? കണ്ടിന്യൂസ് ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? പ്രൂവ് ദാറ്റ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് റൈസ് ടു n continuous at x equal to n. x equal to n എന്ന് തന്നെ പോയിന്റ് കണ്ടിന്യൂസ് ആണ്. അപ്പൊ നിങ്ങൾ നോക്കുക. അപ്പോൾ ഇവിടെ x equal to n. അപ്പം ഇവിടുന്ന് വരുന്ന എന്തായിരിക്കും വരിക? n മൈനസ് എച്ച്. ഇവിടുന്ന് വരുന്ന എന്താ വരിക? n പ്ലസ് എച്ച്. അപ്പം ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു എന്താ വരിക? n മൈനസ് ഇസ് ഈക്വൽ ടു എന്ത് എഴുതിയാൽ മതി? n മാറ്റിയിട്ട് h ആക്കുക. h ടെൻസ് ടു 0 എഫ് ഓഫ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ആകുമ്പോൾ n മൈനസ് എച്ച് ഈസ് ഈക്വൽ ടു ഇവിടെ എന്ത് വരും? എക്സ് എഫ് ഓഫ് എക്സ് ആണ് എക്സ് റേസ് ടു n. ഇനി എക്സ് മാറ്റിയിട്ട് എന്താക്കുക? n മൈനസ് എച്ച്. n മൈനസ് എച്ച് ഹോൾ റേസ് ടു n is equal to n minus 0 whole raised to n അല്ല, h 0 അല്ല, equal to n raised to n കിട്ടി. ഇനി റൈറ്റ് ഹാൻഡ് ലിമിറ്റോ? ലിമിറ്റ് x tends to n plus
f of x is equal to limit h tends to 0 f of x എന്താ വരുന്നത് n plus h is equal to n plus h whole raised to എന്താ വരിക x raised to n അല്ല n അപ്പം എന്താ ഇതും എന്താ വരിക n plus 0 whole raised to n എന്താ വരിക n raised to n ഇനി f of n എന്താ വരിക അതും എന്താ വരിക n raised to n therefore left hand limit equal to right hand limit equal to f of n therefore continuous at x equal to n clear ആയോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക find the relationship between a and b given f of x equal to തന്നിട്ടുണ്ട് ax plus 1 എപ്പോൾ x less than or equal to 3 പിന്നെ bx plus 3 എപ്പോൾ x greater than 3 is continuous at x equal to 3 is continuous at x equal to 3 ഇവിടെ നമുക്ക് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് തന്നിട്ടുണ്ട് കണ്ടോ കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 3 അപ്പൊ നമുക്ക് ഒന്നും നോക്കാണ്ട് എഴുതാൻ പറ്റൂ എന്താണ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ഈക്വൽ ടു എഫ് ഓഫ് 3 കണ്ടിന്യൂസ് അപ്പൊ എഫ് ഓഫ് 3 അല്ലെ അപ്പൊ ഫസ്റ്റ് ഞാൻ എഫ് ഓഫ് 3 എന്താന്ന് എഴുതി എഫ് ഓഫ് 3 എന്ന് പറയുന്നത് എന്താ വരിക എക്സ് ഈക്വൽ ടു 3 ആകുമ്പോൾ ഈ ഫംഗ്ഷൻ അല്ലേ വരിക അപ്പോൾ എ ഇൻറ്റു 3 പ്ലസ് 1 എന്താ വരിക 3a പ്ലസ് 1 ഇതാണ് എഫ് ഓഫ് 3 ഇക്വേഷൻ 1 എന്ന് എഴുതാം ഇനി ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്താ വരിക ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 മൈനസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എന്ത് എഴുതുക എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് 3 മൈനസ് എച്ച് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് 3 എന്ന് പറയുമ്പോൾ ഏതാണ് വരിക അതും ഈ ഫംഗ്ഷൻ തന്നെയാണ് എന്താ എഴുതുക എക്സ് മാറ്റി 3 മൈനസ് എച്ച് ഇട്ട് കൊടുക്കുക എ ഇൻറ്റു 3 മൈനസ് എച്ച് പ്ലസ് 1 എച്ച് 0 അല്ലേ അപ്പോൾ എന്താ വരിക 3a പ്ലസ് 1 ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്ത് കിട്ടി 3a പ്ലസ് 1 കിട്ടി ഇനി റൈറ്റ് ഹാൻഡ് ലിമിറ്റ് നോക്ക് ആർ എച്ച് എൽ ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 പ്ലസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് h tends to 0 f of x എന്ന് പറയുന്നത് എന്താ വരിക 3 പ്ലസ് എച്ച് അപ്പോൾ ഇത് എക്സ് 3ന്റെ റൈറ്റ് ആണ് അപ്പൊ ഇതല്ലേ വരിക ബി എന്ന് പറയുന്നത് ബി ഇൻറ്റു എക്സ് എന്ന് പറയുന്നത് എന്താ വരിക 3 പ്ലസ് എച്ച് പ്ലസ് 3 ഈസ് ഈക്വൽ ടു ഇനി എച്ച് 0 അല്ലേ അപ്പൊ 3b പ്ലസ് 3 ഇക്വേഷൻ 3 ഇനി ഈ 1ഉം 3 ഈക്വൽ അല്ലേ നമുക്ക് എന്ത് എഴുതാൻ പറ്റും ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഇതും ഈക്വൽ അപ്പൊ ഏതെങ്കിലും രണ്ടെണ്ണം ഇക്വേറ്റ് ചെയ്താൽ മതി കണ്ടോ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ അപ്പൊ എന്താ വരിക 3a പ്ലസ് 1 ഈക്വൽ ടു 3b പ്ലസ് 3 എന്ന് എഴുതാം ഈ 3 ഇങ്ങോട്ട് എടുത്തല്ല 3a മൈനസ് 3b ഈക്വൽ ടു 3 മൈനസ് 1 ഇംപ്ലൈസ് 3 ഇൻറ്റു എന്ത് വരും a മൈനസ് b ഈക്വൽ ടു 2 അല്ലേ therefore a minus b എന്ന് പറയുന്നത് എന്താ വരിക 2/3 ഇതാണ് റിലേഷൻ ക്ലിയർ ആയോ